മിക്കവാറും എൻ്റെ ഗാർഡനിങ് വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോസ് ആയിട്ടാണ് ഇടാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒന്ന് ഡ്രിപ്പിംഗ് സിസ്റ്റം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ട്രയൽ നടത്തിയതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ബണ്ടിലായിട്ട് നമ്മൾ തെമ്മൂന്ന് മേടിച്ചതാണ്. ഇതിന് ഫുള്ളായിട്ടും എല്ലാം കൂടി ചേർത്തിട്ട് 50 dirhams ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അത്യാവശ്യം റേറ്റ് കുറവുള്ളത് നോക്കിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് വീഡിയോസൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതിനോടൊപ്പം വന്നിരിക്കുന്ന ഈ കണക്ടർ, ഇപ്പോൾ 2 എക്സ്റ്റൻഷൻ വരുന്ന ഒരു കണക്ടർ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അഡീഷണൽ കണക്ടറും കൂടി ഉണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് പൈപ്പിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനോടൊപ്പം ഈ ഒരു കണക്ടർ വെച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പൈപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വിട്ടുള്ളതും നല്ല ബലമുള്ളതുമായിട്ടുള്ള പൈപ്പ് വാങ്ങാൻ കിട്ടും. അതാണ് വാങ്ങേണ്ടിയിരുന്നത്. ഇതൊരു ഫുൾ ബണ്ടിലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഹാഫ് ആയിട്ടുള്ള ഐറ്റംസ് തിരിച്ചു കൊടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് വെച്ച് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിംഗിൾ ലൈനാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഹോസ് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 2-3 സ്ഥലത്തേക്കൊക്കെ നമുക്ക് എക്സ്റ്റൻഷനായിട്ട് വേണമെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡബിൾ എക്സ്റ്റൻഷനുള്ളത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ വാങ്ങിയിരിക്കുന്ന ഹോസിൻ്റെ അളവ് 1/4 ഇഞ്ചാണ്. ശരിക്കും ഒരു 1/2 ഇഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഫോഴ്സിൽ വെള്ളം അതിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്ന ഈ ഹോസിൻ്റെ അതേ അളവിലുള്ള കണക്ടറാണ് ഇതിനോടൊപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ വാങ്ങുമ്പോഴത്തേക്ക് സെറ്റായിട്ട് വാങ്ങുവാണെങ്കിലും 1/2 ഇഞ്ച് വിടുത്തുള്ള ഹോസിൻ്റെ അതനുസരിച്ചിട്ടുള്ള കണക്ടർ കൂടി വാങ്ങിയാൽ മതിയാവും. ഇനി ഇത് ഫിക്സ് ചെയ്യുന്നതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഈ ഒരു ഹോസൊക്കെ നമുക്ക് എത്രയാണോ നീളത്തിന് ആവശ്യമുള്ളത് അതനുസരിച്ച് മുറിച്ച് വാങ്ങാവുന്നതേ ഉള്ളൂ. ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ പോയിട്ട് സെപ്പറേറ്റ് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഒരു ഹോസിൻ്റെ ഒരു റോള് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പൈപ്പിൽ നിന്ന് തന്നെ 2 ഹോസ് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡബിൾ കണക്ടർ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിംഗിളായിട്ടുള്ളത് യൂസ് ചെയ്യാം. പിന്നെ ഇതിനോടൊപ്പം നോസിൽസിൻ്റെ 2 പാക്കറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ ലൈനായിട്ടാണ് വെള്ളം വരാറുള്ളത്. പിന്നെ അടുത്ത് ഇതാണെങ്കിൽ ഇങ്ങനെ 4 സൈഡിലായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വെള്ളം വീഴാനുള്ള ഒരു ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു T സ്റ്റൈലുള്ള കണക്ടർ നമുക്കിപ്പം പൈപ്പ് എവിടെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു നോസിൽ കണക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മളിപ്പം ആ ഒരു പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് 2 സൈഡിലായിട്ട് പൈപ്പ് കണക്ട് ചെയ്യും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു നോസിൽ കണക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതല്ലാണ്ട് ഇപ്പം നമുക്ക് ഇടയ്ക്ക് ഇപ്പം പൈപ്പ് കഴിഞ്ഞു പോയി അഡീഷണൽ പൈപ്പൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു കണക്ടറും തന്നിട്ടുണ്ട്. 2 പൈപ്പുകൾ മുറിക്കുന്നിടത്തൊക്കെ ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ തന്നിരിക്കുന്ന ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പം മണ്ണിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇപ്പം ഇതിങ്ങനെ ഈ ഒരു ഹോസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് ഇപ്പം നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇതിപ്പോൾ 2 സൈഡ് ഉണ്ടല്ലോ. സപ്പോസ് നമുക്കിപ്പോൾ ഒരു സൈഡിലേക്ക് വെള്ളം വേണമെങ്കിൽ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ തുറക്കാം. അങ്ങനെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് വേറെ ഒരു കണക്ഷൻ കൂടെ കൊടുത്തിട്ട് ടൈമറൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. തൽക്കാലം ഞങ്ങൾ ഇത് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ടൈമറൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പൈപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഊരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് തിരിക്കി കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നല്ല പൊസില വരും. ഓക്കെ, അപ്പോൾ ഇത് വെള്ളാപ്പ് വരുന്നുണ്ട് കറക്റ്റായിട്ട്. ഇനി നമുക്ക് കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കേബിൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് 2 സൈഡിൽ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചു കൊടുത്താൽ മതി. തിരിക്കേണ്ടതാണ്, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഒരെണ്ണെങ്കിൽ ഈ സംഭവം ഇങ്ങനെ താഴോട്ട് വലിച്ചെടുത്താൽ മതി. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരൊച്ച വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഫിക്സായി. ആടാ നീ എന്തിനാ വന്നു ആശാനെ? അപ്പോൾ ഈ കണക്ടറിൻ്റെ ഈ താഴെയുള്ള ഭാഗം നമ്മളിങ്ങനെ ഒന്ന് ഊരി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഈ ഹോസ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇപ്പം നമ്മൾ ഊരിയ ഈ ഭാഗം ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതിയാവും. ഓണാണ്. വെള്ളം ഇതുവരെ വന്നു അടച്ചു.
നമുക്ക് ആ സൈഡിലും കുറെ ചെടികളുണ്ട്, ഈ സൈഡിലും കുറെ ചെടികളുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഭാഗത്തുനിന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പൈപ്പ് ഞങ്ങൾ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വിടുന്നുണ്ട്, ഒരു പൈപ്പ് അങ്ങോട്ട് കണക്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ ഏകദേശം നിലം പാകാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതില് ഈ ഒരു ടീ പോലെയുള്ള ഈ ഒരു കണക്ടർ കൊടുക്കുന്നുണ്ട്. ഇച്ചിരി നല്ല ആരോഗ്യത്തോടെ കുത്തിയാലേ കയറുന്നുള്ളൂ. ഇനി ഇതിന്റെ ആദ്യം നമ്മൾ ഒരു സൈഡിലേക്കുള്ളത് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത സൈഡിലേക്കുള്ള കൊടുക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഓൾറെഡി ഉള്ള പൈപ്പിന് ഇടയ്ക്കൂടെ തന്നെ നമ്മളിപ്പോ സെപ്പറേറ്റ് കിടന്ന് ഇനി ആരും തട്ടി വീഴാണ്ടിരിക്കാൻ വേണ്ടി അതിന്റെ ഇടയ്ക്കൂടെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തത് വേണ്ടത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇതാണ് ഇതിനോടൊപ്പം വന്നിരിക്കുന്ന ആദ്യത്തെ നോസിൽസ്. ഇതിലാണെങ്കിൽ ഇങ്ങനെ ചുറ്റുമായിട്ട് ഹോൾസ് ഉണ്ട്. അപ്പം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വെള്ളം വീഴും. പിന്നെ അടുത്തതിലാണെങ്കിൽ ഈ നടുക്ക് മാത്രം ഒരൊറ്റ ഹോളേ ഉള്ളൂ. അപ്പോൾ ഒരു ലൈനായിട്ടായിരിക്കും അതിൽ നിന്ന് വെള്ളം വരുന്നുണ്ടാവുക. പിന്നെ അതിൻ്റെ സ്പീഡ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ തിരിക്കി വെച്ച് കൊടുക്കാൻ പറ്റും. ചുറ്റും ചെടികളുണ്ടെങ്കിൽ ഇങ്ങനെ മഴ പോലെ വീഴുന്നതിന് ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് തന്നെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. സപ്പോസ് ഇപ്പം നമ്മളിപ്പം ഇവിടെ പിന്നെ ചെടികളില്ല, ചെടികൾ പറിച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തുറന്നും അടച്ചും വെക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയി ഒരെണ്ണിൻ്റെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ ഇത് വെച്ച് ലോക്ക് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി. നേരത്തെ പോലെ തന്നെ ഈ ഒരു ടീ ആണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മൾ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതിന്റെ മറുഭാഗത്ത് ഇതിന്റെ ബാക്കിയുള്ള കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ടീയുടെ രണ്ട് ഭാഗത്തും നമ്മൾ കേബിൾ വെച്ച് കൊടുത്തു. അതുപോലെ ഇതും ഈ ടീയുടെ ഈ പോർഷനോടെ കണക്ട് ചെയ്യാൻ ഒരു ചെറിയ കേബിൾ വേണം. അപ്പൊ ഞാൻ ഇതിന്റെ മറുഭാഗത്തു നിന്ന് മുറിക്കുന്നുണ്ട്. അപ്പൊ എന്തോരം വേണം എന്നറിയാത്ത കാരണം തൽക്കാലം ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് എക്സ്ട്രാ മേടിച്ച് കണക്ട് ചെയ്താൽ മതി. ഈ ഹോസിൻ്റെ ചെറിയൊരു പീസ് മുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ടീയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു നോസിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വളരെ ചെറിയ പീസ് ആയപ്പോഴത്തേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നും മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇൻസേർട്ടർ ഒന്ന് കണക്ട് ചെയ്തിട്ട് അതൊന്ന് മണ്ണിലോട്ട് ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. ഇനി ടാപ്പ് ഒന്ന് ഓണാക്കി കൊടുക്കാം. പിന്നെ ഈ ഭാഗം ലൂസാക്കുന്ന അനുസരിച്ചിട്ടാണ് ആ വെള്ളത്തിന്റെ ഫോഴ്സ് വരുന്നത്. എന്തോരം ഹൈറ്റിൽ വേണോ അത് നമുക്ക് ഇങ്ങനെ തുറക്കുന്ന അനുസരിച്ച് അതിന്റെ ആ ഒരു സ്പ്രെഡ് ചെയ്യുന്ന. ഒത്തിരി തുറന്നു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഊരി പോരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇതൊരു സിംഗിൾ ഡ്രോപ്പ് ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു കേബിള് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കൊടുക്കുക ചെയ്യുക. എന്നുവെച്ചാൽ അതിന് വേറൊരു കുറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ആ കുറ്റിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പോ ഞാൻ അടച്ചു വെച്ചേക്കാണ്. ഇതും അത് തന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേ കണ്ട കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നമ്മുടെ കയ്യിൽ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ വീഴുന്നുണ്ട്. മറ്റത് ഇങ്ങനെ 4 സൈഡിലേക്കായിട്ട് വീഴുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മള് ചെറിയ കേബിളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു വലിയ കാര്യമായിട്ടൊന്നും വരത്തില്ലെന്ന്. പക്ഷെ വെള്ളമൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മളിത് ഫുള്ളായിട്ടൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വരിയായിട്ട് തന്നെ ഏകദേശം ഒരു 10ഓളം നോസിൽസ് മാത്രമാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മുയലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എലിയുടെ അത്യാവശ്യം നല്ല ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ഓസ് അത്യാവശ്യം കനം കുറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ 2-3 ഭാഗത്ത് ഇങ്ങനെ എലികൾ കടിച്ചു മുറിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി കനത്തിലുള്ള ഓസ് മേടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ സമ്മർ വരുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ചെടികളൊക്കെ ഇങ്ങനെ ചട്ടികളിലോട്ട് മാറ്റിയിട്ട് ഇപ്പം എൻ്റെ മുറ്റത്ത് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഉള്ള ചെടികളൊക്കെ ചട്ടികളിൽ തന്നെയാണുള്ളത്. അപ്പോൾ ചൂട് കൂടുന്നതനുസരിച്ച് ഞാൻ തണലത്തേക്കൊക്കെ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഒരു ഡ്രിപ്പിംഗ് സിസ്റ്റം ശരിക്കും പ്രാക്ടിക്കലി ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ പകരമായിട്ട് നമുക്ക് മിസ്റ്റ് സിസ്റ്റമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സജഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ. അപ്പോൾ ഇതിപ്പം ഈ ഒരു വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറേ നാളായി സേവ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തു എന്ന് മാത്രം.
അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.